നാട്ടുരാജ്യ ന്യൂസിലേക്ക് സ്വാഗതം. പ്രത്യേക അറിയിപ്പ്. നമ്മുടെ ഒരു വാഹനം പോലീസ് കസ്റ്റഡിയിൽ വിട്ടുകൊടുക്കാതിരിക്കാനുള്ള നിയമലംഘനങ്ങളിലും കേസുകളിലും പെടാതിരിക്കുക. എങ്ങാനും കേസിൽ പെട്ടുകഴിഞ്ഞാൽ കേസിൽ അകപ്പെട്ട വാഹനത്തിൻ്റെ നിജസ്ഥിതിയാണ് ഈ കാണുന്നത്. ഏതോ കേസിൽപ്പെട്ട് 1.5 മാസം മാത്രം പോലീസ് കസ്റ്റഡിയിൽ കിടന്ന ഷിഫ്റ്റ് കാറിൻ്റെ അവസ്ഥയാണ് ഈ കാണുന്നത്. കോടതിയിൽ നിന്ന് പേപ്പർ ഭാഗങ്ങൾ എല്ലാം കേസ് പറഞ്ഞ് ജയിച്ച് വാഹനം ഇറക്കാൻ വന്നപ്പോഴുള്ള വാഹനത്തിൻ്റെ സ്ഥിതിഗതികൾ കണ്ട് ഉടമസ്ഥൻ അമ്പരന്ന് പോയി. JCB കൊണ്ടുവന്ന് വാഹനം ഇറക്കേണ്ട ഗതികേടാണ്. ഇത് തൊടുപുഴ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടിരിക്കുന്ന ഒരു കാറാണ്. ഇത് ഈ മഴയത്തൊക്കെ ഗ്ലാസ്സൊക്കെ തുറന്ന് ഇത് എത്ര മാസമായി? ഇത് 1.5 മാസമായ വണ്ടിയാണ്. ഈ കിടക്കുന്നതാണ് കണ്ടോ. ഇത് ചെളിയിലെങ്ങാണ്ട് പൂത്തിയിട്ടേക്കും പോലെയാണ് ഇട്ടിരിക്കണേ. ഇങ്ങനെയാണ് ഈ വാഹനം. ഇവരെ കസ്റ്റഡിയിലെടുത്ത വാഹനം നല്ല വാഹനങ്ങളാണ്, അത് സൂക്ഷിക്കേണ്ട രീതികളാണ്. പക്ഷേ ആ വാഹനം ഒരു രീതിയിൽ ഇറക്കിക്കൊണ്ട് പോകാത്ത രീതിയിൽ ബൈക്കുകളും ഓട്ടോറിക്ഷകളും. ഇനിയിപ്പോൾ ഇത് ഇറക്കണമെങ്കിൽ JCB വിളിച്ചൊരു 10,000 രൂപയുടെ പണി പണിതാൽ മാത്രമാണ് ഈ ഉടമസ്ഥന് ഈ വണ്ടി ഇറക്കായിക്കൊണ്ട് പോകാവുള്ളൂ. ഈ വണ്ടി എന്നാ ഈ വണ്ടി ഇറക്കാനുള്ള പേപ്പർ ഭാഗങ്ങളെല്ലാം ശരിയാണോ? വണ്ടിയുടെ പേപ്പറെല്ലാം കോടതിയിൽ നിന്ന് റിലീസ് ഓർഡർ മേടിച്ച് താക്കോൽ കണ്ടില്ല എന്ന് പറഞ്ഞ് തപ്പിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഒരു ഗ്രേഡ് SI ഉണ്ട്, ഒരു നജീബ് എന്ന് പറഞ്ഞ അയാൾ ചെയ്ത പരിപാടിയാണിത്. അയാൾ എല്ലാ ആളുകളുടെ വണ്ടികൾ പിടിച്ചു കഴിഞ്ഞാൽ ഈ വണ്ടി 4 ഇഞ്ച് വീതം 4 സൈഡും ഗ്ലാസ് താത്തി 1.5 മാസമായിട്ട് മഴ നനഞ്ഞ് നശിച്ചു പോകുന്ന രീതിയിലാണ് ചെയ്തിട്ടിരിക്കുന്നത്. ബാക്കിൽ ഒരു ഗ്ലാസും പൊട്ടിച്ച് കളഞ്ഞിട്ടുണ്ട്. ഒരുപാട് നഷ്ടം വരുത്തിയിട്ടുണ്ട് ഈ വണ്ടിക്ക്. അപ്പോൾ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിലുള്ള ഉദ്യോഗസ്ഥരെ ഒന്നാമത് എടുത്തിരിക്കുന്ന കേസ് കള്ളക്കേസാണ്. ഞങ്ങൾ മുഖ്യമന്ത്രിയെ കണ്ടിട്ടുണ്ട്. DIG ബുധനാഴ്ച അദ്ദേഹം കാണാൻ ചെല്ലാൻ പറഞ്ഞു, SP കാണാൻ ചെല്ലാൻ പറഞ്ഞു. എൻക്വയറി വേണമെന്ന് നമ്മൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അത് മുകളിൽ നിന്നുള്ള ഉദ്യോഗസ്ഥർ അതിൻ്റെ ന്യായമായ സത്യസന്ധമായ കാര്യങ്ങൾ അന്വേഷിച്ച് നടപടി സ്വീകരിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ നജീബ് എന്ന് പറഞ്ഞ് തൊടുപുഴ സ്റ്റേഷനിൽ നിന്ന് ഗ്രേഡ് SI ചെയ്ത പരിപാടിയാണ് ഇത്. അയാൾ കൈക്കൂലി വാങ്ങിച്ചുകൊണ്ട് കള്ളക്കേസ് ഒരുപാട് ആളുകൾക്ക് ചാർത്തിയിട്ടുണ്ട്. അതിൻ്റെ ഫലമായിട്ടാണ് ഇന്നിപ്പോൾ ഈ വണ്ടിക്കും ആ കേസിൻ്റെ ഭാഗമായിട്ടാണ്, ഈ കള്ളക്കേസിൻ്റെ ഭാഗമായാണ് ഈ വണ്ടി ഇങ്ങനെ ആയത്. ഏത് കേസായാലും ഒരു വാഹന ഉടമയ്ക്ക് സഹിക്കാൻ പറ്റാത്ത രീതിയിലാണ് വാഹനം കിടക്കുന്നത്. മഴ പെയ്താൽ വാഹനത്തിൽ വെള്ളം ചാടാവുന്ന രീതിയിൽ ഗ്ലാസുകൾ തുറന്നിട്ടിരിക്കുന്നു. ഈ കേസുമായി ബന്ധപ്പെട്ട SI ഇത് മനഃപൂർവ്വം ചെയ്തതാണെന്ന് പ്രഥമ ദൃഷ്ടിയാൽ കാണുമ്പോൾ തന്നെ മനസ്സിലാകും. നാട്ടുരാജ്യ ന്യൂസിനു വേണ്ടി റിപ്പോർട്ടിംഗ് KK വിജയൻ.